പൊട്ടാസ്യവും കാൽസ്യവും ഒക്കെ കൂടുതൽ അളവിൽ അടങ്ങിയിരിക്കുന്ന എല്ലാ ആഹാരങ്ങളും പൊതുവെ ബോൺ ഹെൽത്ത് കൂട്ടും, എല്ലുകളുടെ ആരോഗ്യം വർദ്ധിപ്പിക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്കിത് ഓസ്റ്റിയോ ആർത്രൈറ്റിസ്, അതല്ലെങ്കിൽ റുമറ്റോയിഡ് ആർത്രൈറ്റിസ്, സന്ധിഗതവാത രോഗങ്ങൾ അല്ലെങ്കിൽ രക്തവാദം, ഇത്തരം അവസ്ഥകളിൽ എല്ലുകൾക്ക് ഉണ്ടാകുന്ന തേയ്മാനം അല്ലെങ്കിൽ ഓസ്റ്റിയോപോറോസിസ്, ബോൺ ഡെൻസിറ്റി കുറയുക, ഇത്തരം കണ്ടീഷൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഫിഗ്സ്, അത്തിപ്പഴം കഴിക്കുന്നത് ശീലാക്കണത് നല്ലതാണ്. അത്തിപ്പഴത്തിനെ പറ്റി മുമ്പ് നമ്മൾ ഒരു വീഡിയോ ചെയ്തിരുന്നു, എന്നാലും കുറച്ചും കൂടി ഇൻഫർമേഷൻസ് ആഡ് ചെയ്യാനുള്ളതുകൊണ്ട് ഒരു പാർട്ട് 2 ചെയ്യാണ്. അപ്പോൾ മുൻ വീഡിയോന്റെ ലിങ്ക് ഞാനിവിടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, അതുപോലെ ഐ ബട്ടണിലും ആൻഡ് സ്ക്രീനിലും ഒക്കെ കൊടുക്കാം, നിങ്ങൾക്ക് ആ വീഡിയോയും കൂടി കാണാവുന്നതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്നത്തെ വിഷയം ഫിഗ്സ്, അത്തിപ്പഴം. അത്തിപ്പഴത്തിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു സൂപ്പർ ഫുഡാന്ന് പറയാം. എന്താ കാരണം വെച്ചാൽ ഇതിൽ ധാരാളം ആന്റി ഓക്സിഡൻസ്, ഫ്ലവനോയിഡ്സ്, അതുപോലെ മഗ്നീഷ്യം, കാൽസ്യം, അയൺ ധാരാളമായിട്ട് അടങ്ങിയിട്ടുണ്ട്. ഇത് മറ്റ് എല്ലാ പഴവർഗ്ഗങ്ങളെക്കാളും പച്ചക്കറികളെക്കാളും ഡ്രൈ ഫ്രൂട്ട്സിനേക്കാളും കൂടുതലായിട്ട് പൊട്ടാസ്യം, കാൽസ്യം, മഗ്നീഷ്യം, അയണും ഒക്കെ ഇതിൽ അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇത് ഒരു സൂപ്പർ ഫുഡാണെന്ന് പറയാം. അതായത് നമുക്ക് ശരാശരി നമ്മുടെ ശരീരത്തിൽ ആവശ്യമുള്ള അതിൻ്റെ ഒരു 6% കാൽസ്യവും അയണും ഒരു അത്തിപ്പഴത്തിൽ അടങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിന് ആവശ്യമുള്ള പൊട്ടാസ്യത്തിന്റെ 7% ഒരു ഒറ്റ അത്തിപ്പഴത്തിൽ അടങ്ങിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്തരം കാരണങ്ങൾ കൊണ്ട് തന്നെ ഇതൊരു സൂപ്പർ ഫുഡായിട്ട് കഴിക്കാം, നമുക്കിതൊരു ഭക്ഷണത്തിന്റെ ഭാഗമാക്കാം. ഇനി ഇതുകൊണ്ടുള്ള മറ്റൊരു പ്രത്യേകത, ഇത് വെയിറ്റ് കൂട്ടുന്നവർക്കും കഴിക്കാം, വെയിറ്റ് കുറയ്ക്കുന്നവർക്കും കഴിക്കാം. അതെങ്ങനെയാണെന്ന് അറിയോ? വെയിറ്റ് കൂട്ടുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ ഇതുപോലെ ഇത്തരം ന്യൂട്രിയൻസ് ധാരാളമായിട്ട് അടങ്ങിയിട്ടുണ്ട്. ഇതിലുള്ള സ്ട്രോങ് ആന്റി ഓക്സിഡൻസ് നമ്മുടെ ശരീരത്തിൽ വരുന്ന ഫ്രീ റാഡിക്കൽസിനെയൊക്കെ ന്യൂട്രലൈസ് ചെയ്യാനായിട്ട് സഹായിക്കുന്ന പോഷകങ്ങൾ ഇതിൽ അടങ്ങിയിട്ടുണ്ട്. വൈറ്റമിൻസും മിനറൽസും ഫൈബറും എല്ലാം ധാരാളമായിട്ട് അടങ്ങിയിട്ടുണ്ടല്ലോ. പൊട്ടാസ്യം, കാൽസ്യം അമിതമായിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് ശരീരഭാരം കൂട്ടുന്നവർക്ക് ഇത് ഭക്ഷണത്തിന്റെ ഭാഗമാക്കുന്നത് നന്നായിരിക്കും. ഇനി വെയിറ്റ് കുറയ്ക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇത് എങ്ങനെ ഉപകാരപ്പെടുക വെച്ച് കഴിഞ്ഞാൽ, ഭക്ഷണം കുറയ്ക്കുന്നതിന് അല്ലെങ്കിൽ ഭക്ഷണം ഒരു മീലൊക്കെ സ്കിപ്പ് ചെയ്തിട്ട് ഇത് 2-3 കഴിച്ചാലും അതുകൊണ്ട് നമുക്ക് വെള്ളമൊക്കെ കുടിച്ച് വിശപ്പ് മെയിൻറ്റെയിൻ ചെയ്യാമെങ്കിൽ ഒരുപാട് ഗുണങ്ങളുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് ത്വക്കിനെ സംരക്ഷിക്കുന്നു. ത്വക്കിലുണ്ടാകുന്ന ജലാംശം അല്ല, സത്യത്തിൽ ആ സെബം ഉണ്ടല്ലോ, അത് നഷ്ടപ്പെടുന്ന പ്രോസസ്സിനെ കുറയ്ക്കാനായിട്ട് സഹായിക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ പ്രിമച്വർ റിംഗ്ലിങ്, ആന്റി ഏജിങ് എന്ന് വിളിക്കാം. അതായത് തൊലിക്ക് ഇങ്ങനെ ചുളിവ് ഉണ്ടാവുമല്ലോ, പ്രായം ആകാവുന്നതിന് മുൻപ് തന്നെ തൊലിക്ക് ചുളിവ് ഉണ്ടാവുക, അതായത് ആ തൊലിയിൽ സ്കിന്നിൽ അടങ്ങിയിട്ടുള്ള ആ സെബം കുറയുന്നത് കൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്. മനസ്സിലായോ? അപ്പൊ അത് നിയന്ത്രിച്ച് നിർത്തുന്നതിന് സഹായിക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് ഇത് ആന്റി ഏജിങ് എന്ന് പറയും. അപ്പൊ ഈ വെയിറ്റ് കുറയ്ക്കുന്നവര് ഇത് കഴിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അമിത ശരീരഭാരമുള്ളവർ അത് പെട്ടെന്ന് കുറയ്ക്കുമ്പോൾ ശരീരത്തിൽ ഇങ്ങനെ റിംഗ്ലിങ്, ചുളിവൊക്കെ വരാനുള്ള സാധ്യതയുണ്ട്. അത് വരാതെ ആ സ്കിന്നിന്റെ ഗ്ലോ നിലനിർത്തിക്കൊണ്ട് തന്നെ നല്ല പോഷകസമൃദ്ധമായ ആഹാരത്തിന് സബ്സ്റ്റിറ്റ്യൂട്ടായിട്ട് കഴിക്കാം. അപ്പൊ അതുവഴി വെയിറ്റ് കുറയ്ക്കുന്നതിനെ സഹായിക്കും. മറ്റൊരു സംഗതി കൂടിയുള്ളത്, ഇതിൽ ധാരാളം നാരുകൾ അടങ്ങിയിട്ടുണ്ട്, ഫൈബർ റിച്ച് ആണ്. അപ്പൊ അതുകൊണ്ട് വെയിറ്റ് കുറയുന്നതിന് ഒന്നാന്തര ഒരു സംഗതിയാണ്. പക്ഷെ മറ്റെല്ലാ ഭക്ഷണങ്ങളും കഴിക്കുക, അതിന്റെ കൂടെ ഇതും കഴിച്ചു കഴിഞ്ഞാൽ പതിവിന് വിരുദ്ധം കേട്ടോ. അതായത് വെയിറ്റ് കൂട്ടാനായിട്ട് സഹായിക്കും. ഓക്കെ, അപ്പൊ ഇത് 2 കൂട്ടർക്കും ഇത് ശീലിക്കാവുന്നതാണ് അർത്ഥം, ചുരുക്കി പറഞ്ഞ. അപ്പോൾ ത്വക്കിന്റെ ആ ഗ്ലോ നിലനിർത്താനും സ്കിൻ ഗ്ലോ നിലനിർത്തുന്നതിനും ബെറ്റർ ആക്കുന്നതിനും ഇത് ശീലിക്കുന്നത് നല്ലതാണ്. അതുപോലെ ഇനിയുണ്ട് ഗുണങ്ങൾ. അതായത് നമുക്ക് ലിവർ ക്ലൻസ് ചെയ്യുന്നതിന്, ലിവറിൽ അമിതമായിട്ട് കൊഴുപ്പ് അടിഞ്ഞുകൂടുക, അതല്ലെങ്കിൽ അതിലെന്തെങ്കിലും സിസ്റ്റോ ഗ്രോത്തോ സംഗതികളൊക്കെ വരാനുള്ള സാധ്യത, അതുപോലെ സിറോസിസ് ലിവർ, അമിതമായിട്ടുള്ള മദ്യപാനം കൊണ്ട് ലിവറിനെ രോഗങ്ങൾ ബാധിക്കുന്നവർ ഉണ്ടെങ്കിൽ അത്തരക്കാരും ഇത് കഴിക്കുന്നത് ശീലാക്കുന്നത് നല്ലതാണ്. ഓക്കെ, വില പിടിപ്പ് നല്ല വിലയാണ്, കിലോയ്ക്ക് 10,500 രൂപയ്ക്ക് ഉണ്ട്. അപ്പൊ അതുകൊണ്ട് മാത്രമല്ല, നമുക്ക് 2-3 ഒക്കെ എടുത്താൽ മതി. അത് കൂടുതലായാലും അമിതമായാലും അപകടം ഇല്ലാതില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതിൽ ഈ കാൽസ്യം, പൊട്ടാസ്യം അമിതമായിട്ട് അടങ്ങിയിട്ടുണ്ടല്ലോ. അപ്പൊ അതുകൊണ്ട് അത് വർദ്ധിച്ചാലും ചില ദോഷങ്ങളുണ്ട്. ഈ കാൽസ്യം കൂടുതലുള്ള സംഗതികൾ കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഹൃദയ പേശികളിലേക്ക് സപ്ലൈ ചെയ്യുന്ന രക്തക്കൊഴലുകൾക്ക്, ഹൃദയത്തിലേക്ക് രക്തം പമ്പ് ചെയ്യുന്ന രക്തക്കൊഴലുകളില്ലേ, അതിലൊക്കെ ഇത് അടിഞ്ഞ് അതുപോലെ കാർഡിയക് പ്രോബ്ലംസ് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ ഈ ബ്ലഡ് തിന്നിങ് ആയിട്ടുള്ള ആസ്പിരിൻ പോലുള്ള മെഡിസിൻസ് കഴിക്കുന്നവർക്ക് ഇത് കഴിച്ചു കഴിഞ്ഞാൽ ചെറിയ ഒരു അലർജിക് ആവാൻ സാധ്യതയുണ്ട്. അപ്പൊ ആ ബ്ലഡ് തിന്നിങ് മെഡിസിൻസ് എടുക്കുന്നവർ ഇത് കഴിക്കേണ്ട, ഇത് ഒഴിവാക്കായിരിക്കും നല്ലത്. ഓക്കെ, അതുപോലെ മറ്റൊരു സംഗതിയാണ്, അമിതമായിട്ട് കഴിച്ചു കഴിഞ്ഞാൽ ലൂസ് മോഷൻ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ കോൺസ്റ്റിപ്പേഷൻ, മലബന്ധം, അതുപോലെ പൈൽസ്, ഇത്തരം പ്രശ്നങ്ങളുള്ളവർ ഇത് കഴിക്കുന്നത് ശീലാക്കി കഴിഞ്ഞാൽ സുഗമമായിട്ടുള്ള മലവിസർജനം നടക്കുന്നതിന് സഹായിക്കും. ഒപ്പം തന്നെ ദഹനം ശരിയാകുന്നത് വഴി, ഇത്തരം പോഷകങ്ങൾ ശരീരത്തിലേക്ക് എത്തുന്നത് വഴി നിങ്ങൾക്ക് ആ ക്ഷീണവും തളർച്ചയൊക്കെ മാറുന്നതിനും സഹായകമാവുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഈ ബോൺ ഹെൽത്തിന് ഇത് വളരെ നല്ലതെന്ന് പറഞ്ഞല്ലോ. എന്താ കാരണം വെച്ച് കഴിഞ്ഞാൽ ഇതിൽ പൊട്ടാസ്യവും കാൽസ്യവും അയണും ഇതുപോലെ അടങ്ങിയിട്ടുള്ളതുകൊണ്ട്. അപ്പൊ ബോൺ ഹെൽത്തിന് നല്ലതായതുകൊണ്ട് തന്നെയാണ് നമുക്ക് ഈ വാദസംബന്ധമായ രോഗങ്ങൾ, സന്ധിഗതവാദമായാലും രക്തവാദമായാലും ഇത് ഉപയോഗിക്കുന്നു പറയുന്നത്. കൂടാതെ ഇതിന് ആന്റി ഇൻഫ്ലമേറ്ററി
ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടീസ് ഉള്ളതായിട്ടും പഠനങ്ങൾ തെളിയിക്കപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആന്റി ഇൻഫ്ലമേറ്ററി മെഡിസിൻസ് കണ്ടീഷൻസ് എല്ലാം ഫുഡും എല്ലാം തന്നെ നമുക്ക് രക്തവാത രോഗികൾ ഉപയോഗിക്കാം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രക്തവും വാദവും കോപിക്കുന്നതുകൊണ്ട് അവിടെ ഒരു നീർക്കെട്ട് ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ അതിനെ ശമിപ്പിക്കുന്നതിനും ഈ ആന്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടി ഉള്ള ഫിഗ്സ് അഥവാ അത്തിപ്പഴം വളരെ ഗുണം ചെയ്യും. ആ രീതിയിൽ രക്തവാദത്തിന് ഉപകാരപ്പെടും. ഇനി സന്ധിഗതവാദം, അതുപോലെ ഓസ്റ്റിയോപോറോസിസ്, ബോൺ ഡെൻസിറ്റി കുറയുക, ഇത്തരം അവസ്ഥയിൽ ഇത് വർക്ക് ചെയ്യണം എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കാൽസ്യം, പൊട്ടാസ്യവും അയണും ഒക്കെ കൂടുതലുള്ളതുകൊണ്ട് ബോൺ ഹെൽത്ത് നന്നാവാനായിട്ട് സഹായിക്കും. അപ്പോൾ ആ ഡീജനറേഷൻ, എല്ല് തേയ്മാനം എന്ന് പറയുന്ന അവസ്ഥ നിയന്ത്രിച്ച് നിർത്തുന്നതിന് സഹായിക്കുന്നു. അപ്പോൾ ഫാമിലി ഹിസ്റ്ററി ഒക്കെ അതുപോലെ സന്ധിഗതവാദമൊക്കെ ഉള്ളവരാണെങ്കിൽ നിങ്ങൾ തുടക്കത്തിൽ 1-2 വീതം ഇത് പതിവായിട്ട് ശീലിക്കുന്നത്, ഭക്ഷണത്തിന് ശീലമാക്കുന്നത് നല്ലതാണ്. അത്തിപ്പഴം ഓക്കെ, അങ്ങനെ കഴിക്കാം. അപ്പോൾ നമുക്ക് ഇനി മറ്റൊരു സംഗതിയാണ്, ഇത് ഉറക്കം കിട്ടുന്നതിന് സഹായിക്കുന്നു. ഉറക്കം കിട്ടാനായിട്ട് ഇത് എങ്ങനെ ഉപയോഗിക്കേണ്ടത് വെച്ച് കഴിഞ്ഞാൽ ഡിന്നർ കഴിഞ്ഞ് ഒരു 1 hour കഴിഞ്ഞിട്ട് കഴിക്കുക. ഒരു 2 എണ്ണം അല്ലെങ്കിൽ മാക്സിമം 3 എണ്ണം കഴിച്ചാൽ മതിട്ടോ ഒരു ദിവസം. ഓക്കെ, അതിൽ കൂടുതൽ കഴിക്കേണ്ട. ഓക്കെ, അപ്പോൾ ഉറക്കം കിട്ടുന്നതിന് സഹായിക്കുന്നുണ്ട്. ഇനി മറ്റൊരു സംഗതിയാണ് ഓർമ്മശക്തി വർദ്ധിപ്പിക്കുന്നതിന്, ബുദ്ധിശക്തി വർദ്ധിപ്പിക്കുന്നതിന്. ആ ലേണിംഗ് പവർ ഉണ്ടല്ലോ, നമ്മളൊരു കാര്യം പഠിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് ഗ്രഹിക്കുന്നതിനുള്ള ശക്തി വർദ്ധിക്കും. അതുപോലെ തന്നെ ആ പഠിച്ച സംഗതികൾ റിക്കളക്ട് ചെയ്യുന്നതിനുള്ള ശക്തി വർദ്ധിക്കുന്നുണ്ട്. അതുപോലെ മെമ്മറി പവർ കൂട്ടുന്നതിനും സഹായിക്കും. ഓക്കെ, അപ്പോൾ അത്തരം പ്രയോജനങ്ങളുണ്ട്. ബുദ്ധിശക്തിക്ക്, ഓർമ്മശക്തിക്ക്, പഠനം സുഗമമാക്കുന്നതിന്, അതുപോലെ ലിവർ, കരൾ സംബന്ധമായ രോഗങ്ങൾക്ക്, അതുപോലെ സ്കിന്നിന് നല്ലതാണ്. സ്കിൻ ടോൺ നിലനിർത്തുന്നതിന്, സ്കിൻ ഗ്ലോ കൂടുതൽ പ്രകാശപൂരിതമായ നല്ലൊരു തിളക്കമുള്ള ചർമ്മത്തിന് വേണ്ടിയിട്ട് കഴിക്കാം. അത് വെയിറ്റ് കുറയ്ക്കുന്നതിനും കഴിക്കാം, വെയിറ്റ് കൂട്ടുന്നതിനും കഴിക്കാം. പിന്നെ ക്യാൻസറിനെയൊക്കെ പ്രതിരോധിക്കുന്നതിന് പോലും സഹായിക്കും ഇത്. എന്താ കാരണം വെച്ച് കഴിഞ്ഞാൽ ഇതിൽ ധാരാളമായിട്ടുള്ള സ്ട്രോങ് ആന്റി ഓക്സിഡൻസ് ഉണ്ട്. അത് നമ്മുടെ ശരീരത്തിൽ വരുന്ന എല്ലാ ഫ്രീ റാഡിക്കൽസിനെയും എലിമിനേറ്റ് ചെയ്യുന്നതിന്, ന്യൂട്രലൈസ് ചെയ്യുന്നതിന് കാര്യമായ പങ്ക് വഹിക്കുന്നുണ്ട്. അപ്പോൾ അതിനും ഇത് ഉപയോഗിക്കാം. ഓക്കെ, അപ്പോൾ ഇത്തരം ഗുണങ്ങളൊക്കെ ഇതിൽ അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഈ ബോൺ ഹെൽത്തിന് വരുന്ന സംഗതികളെല്ലാം തന്നെ നമ്മൾ ആയുർവേദ പ്രകാരം പറയുന്നുണ്ടല്ലോ, അസ്ഥിധാതുവിന്റെ ഉപധാതുവാണ് പല്ല്, നഖം, മുടിയൊക്കെ. ഓക്കെ, അപ്പൊ അതുകൊണ്ട് ഈ രക്തവാത രോഗികൾക്കും സന്ധിഗതവാത രോഗികൾക്കും ഉണ്ടാകുന്ന ഹെയർ ഫോൾ നിയന്ത്രിച്ച് നിർത്താൻ അത്തിപ്പഴം കഴിക്കുന്നത് നല്ലതാണ്. അതുപോലെ പല്ലുകൾക്ക് കേടോ തേയ്മാനോ ഒക്കെ വരുന്നുണ്ടെങ്കിൽ മോണപ്പഴുപ്പും, പല്ല് ദ്രവിക്കുക, ഇത്തരം അവസ്ഥകൾ ഉണ്ടാവുന്നില്ലേ, അത്തരം കാര്യം അത്തിപ്പഴം ശീലാക്കുന്നത് നല്ലതാണ്. ഓക്കെ, അതുപോലെ ഈ കോൺസ്റ്റിപ്പേഷൻ ഫൈൽസ് ഉള്ളവർ കഴിക്കുന്നത് നല്ലതാണ്, അതിനും സഹായകവും. അപ്പോൾ ഈ കോൺസ്റ്റിപ്പേഷൻ ഫൈൽസ് ഒക്കെ ഉള്ളവരൊക്കെ ആണെങ്കിൽ ഡിന്നറിന് മുമ്പ് കഴിക്കുക. ഉറക്കക്കുറവ്, ഇൻസോമിനിയ പോലുള്ള പ്രശ്നങ്ങളുള്ളവരാണെങ്കിൽ ഡിന്നർ കഴിഞ്ഞ് 1-2 മണിക്കൂർ കഴിഞ്ഞിട്ട് കഴിക്കുക. ഇനി സ്വതവേ ഒരു ശരീരഭാരം കൂട്ടുന്നതിന്, അതുപോലെ ഒരു ആരോഗ്യം നിലനിർത്തുന്നതിന്, ആരോഗ്യം മെച്ചപ്പെടുത്തുന്നതിനൊക്കെ വേണ്ടിയിട്ടാണെങ്കിൽ രാവിലെ വെറും വയറ്റിൽ കഴിക്കുകയായിരിക്കും കൂടുതൽ ഉത്തമം. 2-3 മാക്സിമം കഴിക്കാവുള്ളൂ. അത് ഓർത്തോളൂ. ആസ്പിരിനൊക്കെ എടുക്കുന്നവരാണെങ്കിൽ ഒഴിവാക്കുകയാണ് നല്ലത്. തുടർച്ചയായിട്ട് ലൂസ് മോഷൻ, IBS പോലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്നവരാണെങ്കിൽ കഴിക്കാതിരിക്കുകയാണ് നല്ലത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ആ മോഷൻ കൂട്ടും. അപ്പോൾ അതുകൊണ്ട് ഒഴിവാക്കണം. അങ്ങനെ ആ 2 കണ്ടീഷനിലുള്ളവർ ഇത് ഒഴിവാക്കണം നല്ലതാണ്. ഓക്കെ, അപ്പോൾ ഇത്തരം ഉപയോഗങ്ങളൊക്കെ ഉണ്ട്. ഇതൊരു സൂപ്പർ ഫുഡായിട്ട് നമുക്ക് കണക്കാക്കാം. എന്താണെന്ന് വെച്ചാൽ ഇതിൽ പൊട്ടാസ്യവും, കാൽസ്യവും, അയണും ധാരാളമായിട്ട് അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ സന്ധിഗതവാത രോഗികളുടെ ലക്ഷണം എന്താ? നമുക്ക് കയ്യിനും കാലിനൊക്കെ തരിപ്പ് അനുഭവപ്പെടുക, ജോയിൻസിലൊക്കെ ആ ഫ്ലൂയിഡ് കുറഞ്ഞിട്ടേ ഇങ്ങനെ മടക്കം നിർത്തുക ചെയ്യുമ്പോൾ ടക്ക് ക്രാക്ലിംഗ് നോയ്സ്, പൊട്ടലും ചീറ്റിലൊക്കെ കേൾക്കാം. അതാണ് ഈ സന്ധിഗതവാദത്തിന്റെ ഒരു ലക്ഷണം. അതുപോലെ സ്റ്റിഫ്നെസ്, വേദന, എല്ല് തേയ്മാനം, മുട്ടിലൊക്കെ തേയ്മാനം, എക്സ്റേ ഒക്കെ എടുത്തിട്ട് നിങ്ങൾ പറയില്ലേ ഡീജനറേറ്റീവ് ചേഞ്ചസ് ഉണ്ട്, ഓസ്റ്റിയോപോറോസിസ് ഉണ്ട്, ബോൺ ഡെൻസിറ്റി കുറവാണ് എന്നൊക്കെ പറയില്ലേ, ഇത്തരം അവസ്ഥയിൽ. അതുപോലെ കാൽസ്യം കുറവാണ്, വൈറ്റമിൻ D കുറവാണെന്നൊക്കെ പറയുന്നവർ 2-3 അത്തിപ്പഴം ദിവസേന കഴിക്കുന്നത് നല്ലതാണ്. അത്തരക്കാരൊക്കെ രാവിലെ വെറും വയറ്റിൽ കഴിക്കുകയാണ് അതിൽ. അതിന് വെറും വയറ്റിൽ കഴിക്കാനായിട്ട് എന്താ ചെയ്യേണ്ടത് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് നല്ല ശുദ്ധജലത്തിൽ 2-3 പ്രാവശ്യം കഴുകിയിട്ട് ഒരു അര ഗ്ലാസ് ചൂടുവെള്ളത്തിൽ 2-3 എണ്ണം ഇട്ട് വയ്ക്കുക. പിറ്റേ ദിവസം രാവിലെ അത് ചവച്ചരച്ച് വെറും വയറ്റിൽ അങ്ങോട്ട് കഴിക്കുക. അത് വളരെ ഗുണം ചെയ്യും. ഓക്കെ, അപ്പോൾ കോൺസ്റ്റിപ്പേഷൻ ബലബന്ധമുള്ളവർക്കാണെങ്കിൽ ഡിന്നറിന് ഒരു അരമണിക്കൂർ മുമ്പ്, 1 മണിക്കൂർ മുമ്പ് കഴിച്ചോ. ഉറക്കക്കുറവുള്ളവരാണെങ്കിൽ ഡിന്നർ കഴിഞ്ഞ് 1 മണിക്കൂർ കഴിഞ്ഞിട്ട് കഴിക്കാം. ഓക്കെ, അപ്പോൾ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇതിൻ്റെ കൂടെ നമ്മൾ പാർട്ട് 1 ചെയ്തിട്ടുള്ളതിൻ്റെ ലിങ്ക് വീഡിയോൻ്റെ അവസാനം കൊടുക്കാം, അതുപോലെ ഐ ബട്ടണിൽ കൊടുക്കുക. ആ വീഡിയോയും കൂടെ നിങ്ങൾക്ക് കാണാൻ ഉപകാരപ്പെടും. ഓക്കെ, അപ്പോൾ എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ വീഡിയോ ആവർത്തിച്ച് കാണുക, മറ്റെല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ താഴെയുള്ള റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്യുക, തൊട്ടടുത്ത് വരുന്ന ബെല്ലൈക്കണും ഓൾ നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്യുക. അപ്പോൾ ഡെയിലി രാത്രി 9 മണിക്ക് നമ്മൾ പോസ്റ്റ് ചെയ്യുന്ന വീഡിയോൻ്റെ ലിങ്ക് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതാണ്. തൽക്കാലം നിർത്തുന്നു. നന്ദി, നമസ്കാരം. നാളെ രാത്രി 9 മണിക്ക് വീണ്ടും കാണാം. ഞാൻ ഡോക്ടർ സേവിയർ, ആദ്യം ആയുർവേദം.